നമ്മള് +2 ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിലെ ഒരു പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യില് ഒരു സോൾവെന്റ് ഉണ്ട്. ആ സോൾവെന്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ആ സൊല്യൂട്ട് നോൺ വോളട്ടൈൽ ആയിരിക്കണം. ദാറ്റ് ഇസ് ഈസി ആയിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസ് ആണ് ഇത് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് ആ ഒരു സൊല്യൂട്ടിനെ സോൾവെന്റിനെ ഡിസോൾവ് ആക്കി. ദെൻ അത് എന്തായിട്ട് ചേഞ്ച് ആയി, ഒരു സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള സൊല്യൂഷന്റെ കേസിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ദെൻ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ which does not depend on the nature of the solute and it will depend on the amount of the solute. അതായത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഏത്, ഈ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂട്ടിന്റെ മാസ് അല്ലെങ്കിൽ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഏത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ. അതില് ഫസ്റ്റ് വൺ എന്താണ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊണ്ട് മീൻ ചെയ്യുന്നത്, ഞാനൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ്. എങ്ങനെ, ഒരു സോൾവെന്റ് എടുക്കുന്നു, അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, അതിൽ ഡിസോൾവ് ആക്കി, ആണല്ലോ. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ, അതിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് ആ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു സൊല്യൂഷൻ ആക്കി മാറ്റി ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ദെൻ ആ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും. അതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു പ്യുവർ സോൾവെന്റ് ഉണ്ട്, അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു, സൊല്യൂഷൻ ആക്കി. ആ സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യും. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതിനാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും. അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അപ്പൊ ഇത്രയുമാണ് ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇമ്പോർട്ടൻസ്? ഞാൻ പറഞ്ഞു, ഒരു സോൾവെന്റ് എടുക്കുന്നുണ്ട്, ആ സോൾവെന്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നുണ്ട് ആ ഒരു സൊല്യൂഷന്റെ കേസിൽ. അപ്പൊ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഞാനൊരു അൺനോൺ സൊല്യൂട്ട് ആണ് ഈ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂട്ട് ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ആ സൊല്യൂട്ടിന്റെ മോളാർ മാസിൽ നിന്ന്. അതായത് എങ്ങനെയാണ് ആ സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഗ്ലൂക്കോസിന്റെ കേസിൽ 180 ആണ് അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് അറിയില്ല, എന്റെ കയ്യിൽ ഒരു സൊല്യൂട്ട് ഉണ്ട്, ആ സൊല്യൂട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് ഡിസോൾവ് ആക്കി. എന്നിട്ട് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൊല്യൂഷൻ കേസിൽ എന്തായിരിക്കും, പ്യുവർ സോൾവെന്റിനെക്കാട്ടിലും, അതായത് വാട്ടറിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടറിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും, അല്ലെ കുറവായിരിക്കും ഏത്, കുറവായിരിക്കും ഏത്, സൊല്യൂഷന്റെ
വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷന്റെ കേസിൽ കുറവായിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഈ കുറെ കാൽക്കുലേഷൻസ് എല്ലാം നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടി, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചിട്ട് എനിക്ക് സൊല്യൂട്ടിന്റെ മോളാർ മാസ് എന്താന്ന് കിട്ടി, 180 ആണെന്ന് കിട്ടി. അതിന്റെ മീനിങ് എന്താ, 180 മോളാർ മാസ് വരുന്ന ഏതോ ഒരു സൊല്യൂട്ടാണ് ഞാൻ ആ ഒരു സൊല്യൂഷനിലേക്ക് അല്ലെ സോൾവെന്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. അപ്പൊ 180 മോളാർ മാസ് വരുന്ന സൊല്യൂട്ട് ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ ആഡ് ചെയ്ത അൺനോൺ സൊല്യൂട്ട് ഏതാണ്, അത് ഗ്ലൂക്കോസ് ആണെന്ന്. ക്ലിയർ ആണല്ലോ. അതെ, അപ്പൊ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാനൊരു പ്യുവർ സോൾവെന്റ് എടുക്കാണ്. അപ്പൊ നമ്മൾ വാട്ടർ ആണ് എടുക്കുന്നത് വെച്ചോ. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇതിനെ ഞാൻ ഇവിടുന്ന് ചൂടാക്കാണേ. ഇപ്പൊ വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത്, വേപ്പറൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ആ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഏത് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇതിന് എന്തുണ്ടാവുന്നുണ്ട്, ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതിന് വേപ്പർ സ്റ്റേറ്റിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനൻ ആണ്. ദാറ്റ് സർഫസിൽ നിന്നാണ് ഈ ഒരു വേപ്പറൈസേഷൻ നടക്കുന്നത്. സോ ഇവിടെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ഏത് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വേപ്പേഴ്സ് ഇവിടെ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. ദാറ്റ് ഇസ് ഇവിടെ നമ്മൾ സോൾവെന്റ് ആയിട്ടാണ് വാട്ടർ എടുക്കുന്നത്. സോ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് പ്യുവർ സോൾവെന്റ് ആണ്. അവിടെ നമ്മൾ വേറെ സൊല്യൂട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ആ ഒരു സോൾവെന്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്, P01. That is the vapor pressure of the pure solvent, P01. Clear ആണോ? അപ്പൊ ഇതേ എമൗണ്ട് ഓഫ് വാട്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയും കൂടെ ആഡ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു സൊല്യൂട്ട് എടുത്തു അതിലേക്ക് ആഡ് ചെയ്തു, ഡിസോൾവ് ആക്കി, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ഈ വാട്ടർ മോളിക്യൂൾസ് കൂടാതെ കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്തായിരിക്കും, യൂണിഫോംലി അവിടെ എവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു യൂണിഫോംലി ആ ഒരു സൊല്യൂഷനിൽ ഫുൾ ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഞാൻ ഇതിനെ വേപ്പറൈസ് ചെയ്യുന്നു. അപ്പൊ വേപ്പറൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുത്തുള്ള നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അല്ലേ നമ്മൾ ആഡ് ചെയ്ത്. അപ്പൊ സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിലേക്ക് പോവില്ല, വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവില്ല. ഓക്കെ, പിന്നെ എന്ത് മാത്രമേ അവിടെ വേപ്പറൈസ് ചെയ്യുള്ളൂ, നമ്മൾ എടുത്തിട്ടുള്ള സോൾവെന്റ് മാത്രമേ വേപ്പറൈസ് ചെയ്യുള്ളൂ. ക്ലിയർ ആണേ. അപ്പൊ നമ്മൾ ഇവിടെ ബോയിൽ ചെയ്യിക്കുന്ന സമയത്ത് എവിടെ നിന്നുള്ള വാട്ടറാ വേപ്പറൈസ് ചെയ്യുക, സർഫസിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ വേപ്പറൈസേഷൻ ഒരു സർഫസ് ഫിനോമിനൻ ആണെന്ന്. അപ്പൊ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പൊ സർഫസിൽ ഇതാ ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ സൊല്യൂട്ട് പാർട്ടിക്കിളും എവിടെ ഉണ്ടാവും, സർഫസിൽ ഉണ്ടാവും. സോ സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് സർഫസിൽ വേപ്പറൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂള് ഇവിടെ ആയിരിക്കോ കൂടുതൽ, ഇവിടെ ഫുള്ള് വാട്ടർ മോളിക്യൂൾസ് ആണല്ലേ സർഫസിൽ, അതിനൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വേപ്പറൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫുള്ള് വാട്ടർ മോളിക്യൂൾ ആണോ, അതിന്റെ കൂടെ എന്തുണ്ട്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ, സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ കുറവാണ്. സോ ഇവിടെ ഉള്ള വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും ഏത്, അതായത് വേപ്പറൈസ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾ ഇവിടെ കുറവായിരിക്കും. സോ വേപ്പർ പ്രഷറും എന്തായിരിക്കും, ഇവിടെ കുറവായിരിക്കും. അതാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ ഞാൻ P1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നോർമലി നമ്മൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾവെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് കമ്പോണന്റ് 1 എന്നും സൊല്യൂട്ടിനെ കമ്പോണന്റ് 2 എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇത് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്തിന്റെയാ കൺസിഡർ ചെയ്യേണ്ടത്, ഇത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആയതുകൊണ്ട് നമ്മൾ അതിനെ P01 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് സൊല്യൂഷൻ ആയതുകൊണ്ട് അതിന്റെ വേപ്പർ പ്രഷറിനെ P1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വേപ്പർ പ്രഷർ ചേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? അതിനു മുമ്പ് ഒരു കാര്യം വേണം, നമുക്ക് എന്ത് വേണം, റോൾസ് ലോ വേണം. എന്താണ് റോൾസ് ലോയിൽ പറയുന്നത്? വേപ്പർ പ്രഷർ ഓഫ് എ solution is directly proportional to its mole fraction. എന്താണ്
P1 is directly proportional to chi1. P1 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഓർ സൊല്യൂഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമ്മൾ പറയാ. That is P1 is directly proportional to chi1. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ് P01 into chi1. P01 എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. P01 എന്താ? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് 1. ക്ലിയർ? അപ്പൊ P1 equal to P01 into chi1 എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഇത് ഏത് ലോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്? റോൾസ് ലോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരു ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഉണ്ട്. പ്യുവർ സോൾവെന്റിന്റെ P01 ആണ്, നമ്മുടെ സൊല്യൂഷൻ്റെ P1 ആണ്. ദാറ്റ് ഇസ് ഇതിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും ഏത്? ഈ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. അപ്പൊ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെ? വേപ്പർ പ്രഷറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷറിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ P1. ദാറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മൈനസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മൈനസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. പ്യുവർ സോൾവെന്റിന്റെ എന്താണ്? P01 മൈനസ് P1 അല്ലേ? ആ P1 എന്താ നമുക്ക് കിട്ടി? P01 into chi1 ആണ് കിട്ടി. ദാ ഡെൽറ്റ P1 ആണ് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. ദാറ്റ് ഇസ് ഈക്വൽ ടു P01 മൈനസ് P01 into chi1. ഈ രണ്ട് ടേമിലും കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എന്താ? രണ്ട് ടേമിലും കോമൺ ആയിട്ട് P01 ഉണ്ട് അല്ലെ? അതിനെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടി? P01 into 1 minus chi1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ P1 ഈക്വൽ ടു P01 into 1 minus chi1. അതിന് നമുക്ക് വേറൊരു കാര്യം കൂടെ വേണം. എന്താണ് chi1 plus chi2? chi1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ്, chi2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. അതായത് നമ്മൾ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ കോമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്താൽ നമുക്കത് 1 ആണെന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് chi1 plus chi2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 minus chi1 എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈ chi1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടിയത്? chi2. ക്ലിയർ? ദാറ്റ് ഇസ് 1 minus chi1 എന്ന് പറയുന്നത് chi2 ആണ്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് P01 into chi2. അപ്പൊ എന്താ? ഡെൽറ്റ P1 equal to P01 into chi2 എന്ന് കിട്ടി. Then what is chi2? chi2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീനിങ് എന്താ? That is the mole fraction of the solute. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനെയാണ് നമ്മൾ chi2 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷനിലാണ്, ഇപ്പൊ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ എന്താ? ഡെൽറ്റ P1 എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചേഞ്ച് ആണ്. ദാറ്റ് ഇസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഇനി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് നമ്മളോട് ഒരു റേഷ്യോ ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് പ്യുവർ സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും വേപ്പർ പ്രഷർ തമ്മിലുള്ള റേഷ്യോ. അതിനാണ് റിലേറ്റീവ്. ഒന്നിനെ റിലേറ്റ് ചെയ്ത് വേറെ പറയുന്നതാണ്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഷ്യോ കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഡെൽറ്റ P1 by P01. P01 താഴേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ P1 by P01 എന്ന് കിട്ടി. അതാണ് ഏത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ? ഇവിടെ chi2 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്ത് കിട്ടി? ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് കിട്ടി. ഇനി എന്താണ് ഡെൽറ്റ P1? ഡെൽറ്റ P1 എന്താണെന്ന് നമ്മൾ എഴുതിയല്ലോ. P01 minus P01 chi1 അതാണല്ലോ ഡെൽറ്റ P1 എന്ന് പറയുന്നത്. ഓർ നമുക്ക് എങ്ങനെ പറയാം? P01 minus P1 എന്ന് പറഞ്ഞൂടെ? അതായത് ഡെൽറ്റ P1 എന്ന് പറയുന്നത് P01 പ്യുവർ സോൾവെന്റിന്റെ ആണ്, അത് മൈനസ് സൊല്യൂഷന്റെ P1. ദാ ഡെൽറ്റ P1 is equal to P01 minus P1. അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡെൽറ്റ P1 പകരം എന്താ കൊടുക്ക? P01 minus P1 divided by P01 equal to chi2. അതായത് ഡെൽറ്റ P1 പകരം ഈ ഒരു ടേം കൊടുത്തു എന്നുള്ളൂ. രണ്ടും ഈക്വൽ അല്ലേ? ഇനി എന്താണ് chi2?
chi2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് P01 minus P1 by P01. chi2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാ? chi equal to number of moles of solute by total number of moles of solution. അപ്പൊ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? N1 plus N2. Number of moles of solute divided by total number of moles of solution. N2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെതാണ്. N1 plus N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ chi2 ന് പകരം എന്ത് കൊടുക്കാണ്? ഈ ഒരു ടേം കൊടുക്കാണ്. ദാറ്റ് ഈസ് chi2 എന്ന് പറയാം N2 by N1 plus N2 എന്ന് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് P01 minus P1 equal to P01. ദാറ്റ് ഈസ് equal to N2 by N1 plus N2. ഇനി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഞാൻ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാത്രമേ ആ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഞാൻ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ദെൻ എങ്ങനെ പറയാം നമുക്ക്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഭയങ്കര കുറവായിരിക്കും അല്ലെ? ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഞാൻ കുറച്ച് സൊല്യൂട്ടേ ആഡ് ചെയ്തുള്ളൂ. സോ N2 എങ്ങനെയാണ്? വെരി വെരി ലെസ് ദാൻ N1 ആണ്. N2 ഈസ് വെരി വെരി ലെസ് ദാൻ N1. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിനോമിനേറ്ററിലുള്ള N2 നെ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. എന്താ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിലുള്ള N2 മാത്രമേ നെഗ്ലക്ട് ചെയ്ത് കളയുള്ളൂ. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ഇതുവാണേ, P01 minus P1 divided by P01 that is equal to N2 divided by N1. ഈ N2 നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. ഇതിന് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് N2? നമുക്ക് എന്താണ് N2 എന്നാണ് വേണ്ടത്. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? N2 is the number of moles of solute and N1 എന്താ? number of moles of solvent ആണ്. എങ്ങനെ എഴുതാൻ പറ്റുക N2 എന്ന് പറഞ്ഞാൽ? നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മോൾസ് എങ്ങനെയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അങ്ങനെയല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സപ്പോസ് സൊല്യൂട്ടിന്റെ ആണല്ലോ N2. അപ്പൊ ഗിവൺ മാസിനെ നമ്മൾ W2 എന്ന് വിളിക്കുന്നു. അതായത് മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട്. അതുകൊണ്ട് W2. ദെൻ മോളാർ മാസിനെ നമ്മൾ M2 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇനി N1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. അതെങ്ങനെയാ? സെയിം ആണ് ഇക്വേഷൻ. W1 by M1 ആണ്. ദാറ്റ് ഇസ് വെയിറ്റ് ഓർ ഗിവൺ മാസ് ഓഫ് solvent divided by molar mass of this solvent. അപ്പൊ എന്ത് ചെയ്യാ? ഈ N1 ഉം N2 ഉം ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. ദാറ്റ് ഇസ് P01 minus P1 by P01 and that is equal to, ഇവിടെ എന്താ? N2 ഉണ്ടല്ലേ? എന്താ N2? W2 by M2 divided by N1 എന്താ? W1 by M1. ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുക്കുക. അത് രണ്ട് ഫ്രാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ? അതിനെ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ W1 by M1 നേരെ തിരിഞ്ഞ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ തന്നെ വായിച്ചിട്ട് എഴുതുന്നേ. W2 by M2 ആണ് ഉണ്ടായിരുന്നത്. പിന്നെന്താ? ഡിവൈഡഡ് ബൈ W1 by M1. അതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? M1 മുകളിലേക്ക് പോകും. M1 by W1. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് P01 minus P1 by P01 is the relative lowering of vapor pressure. That is equal to W2 by M2 into M1 by W1. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. നമുക്ക് എന്തായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള സൊല്യൂട്ട് ഏതാണ്, ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ഏതാണ്, ഇതിനകത്ത് ഏത് ഫാക്ടറായി എനിക്ക് വേണ്ടത്? മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ദാറ്റ് ഈസ് ദിസ് M2 ആണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോ P01ന്റെ വാല്യൂവും P1ന്റെ വാല്യൂവും W2 ഉം M1 ഉം W1 ഉം അറിയാമെങ്കിൽ എനിക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? M2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതൊക്കെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ദാറ്റ് ഇസ് ഞാൻ എടുത്ത സോൾവെന്റ് ഏതാണെന്ന് അറിയാം. വാട്ടർ ആണ്. വാട്ടറിന്റെ മോളാർ മാസ് എത്രയാന്ന് നമുക്കറിയാം. അതേപോലെ എത്ര ഗ്രാം ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ വെയിറ്റ് എത്രയാണ്, എടുത്ത സോൾവെന്റിന്റെ വെയിറ്റ് എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. W2 ഞാൻ എത്ര സൊല്യൂട്ട് ആണ് എടുത്തത്, എത്ര മെഷർ ചെയ്തിട്ടാണ് എടുക്കുക. അപ്പൊ എത്ര സൊല്യൂട്ട് ആണ് എടുത്തത് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം.
ഇതെല്ലാം കഴിഞ്ഞിട്ട് വേപ്പർ പ്രഷറും മെഷർ ചെയ്താൽ P01 ഉം P1 ഉം എനിക്ക് കിട്ടും. P01 എന്ന് പറഞ്ഞാൽ വാട്ടർ വെറുതെ വെച്ചു, വാട്ടർ മാത്രം എടുത്ത് അതിന്റെ വേപ്പർ പ്രഷർ എടുത്തു. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞു, അതാണ് P1 എന്ന് പറയുന്നത്. അതും മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യം ഏത് മാത്രമേ ഉള്ളൂ, M2 മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, M2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആ ഒരു സൊല്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇതേപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയെല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും യൂസ് ചെയ്ത് M2 ഫൈൻഡ് ഔട്ട് ചെയ്യാനൊരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.